എല്ലാവർക്കും കിനൂസ് സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു സ്ലീവാണ് തയ്ക്കാൻ പോകുന്നത്. ബ്ലൗസിനും കുർത്തിക്കും എല്ലാം ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലോത്ത് എടുത്ത് മുകൾ ഭാഗം 6 ഇഞ്ച് നീളവും താഴ്ഭാഗം 3 ഇഞ്ച് നീളവും എടുക്കുക. സ്ലീവിൻ്റെ വീതി 9 ഇഞ്ച്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2.5 വീതിയുള്ള ഒരു സ്ട്രാപ്പ് എടുക്കാം. ഇതുപോലുള്ള 2 സ്ട്രാപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ സ്ട്രാപ്പിൻ്റെ നീളം 13 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ 2 സ്ട്രാപ്പും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരിക് വശം ചെറുതായി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. 2 സൈഡും ഇതുപോലെ നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കണം. ഇപ്പം നമ്മളിവിടെ 2 ഭാഗവും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ 1 ഇഞ്ച് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ലുകളായിട്ട് ഇട്ട് അതിൻ്റെ നടുക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ മുഴുവനായിട്ടും നമുക്ക് ഫ്രിൽ ചെയ്ത് കൊടുക്കാം. ഇനി മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം താഴെ ലൈനിങ്ങും മുകളിൽ മെയിൻ ക്ലോത്തും നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഈ സ്റ്റിച്ചിന് മുകളിൽ നമ്മൾ ഫ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ സെൻറ്ററും കൂട്ടി മേലെ വെച്ച് തയ്ച്ചു കൊടുക്കാം. ഇനി അധികമായി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അരികുവശം ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടി യോജിപ്പിച്ചെടുക്കാം. 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രാപ്പ് എടുക്കാം. താഴെ നമുക്ക് പൈപ്പിംഗ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ലീവിൻ്റെ പുറകു വശത്ത് നമ്മൾ ഇതുപോലെ സ്ട്രാപ്പ് വെച്ച് 1/4 ഇഞ്ച് വിട്ട് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിത് മടക്കി തയ്ച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താഴ്ഭാഗം വരെ നമുക്ക് ചെയ്തെടുക്കാം. ഭംഗിയുള്ള ഫ്രിൽ സ്ലീവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ സ്ലീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.